ഹായ് ഗായ്സ്, ഞാനും എൻ്റെ ഉപ്പാടെ ഫാമിലിയും കൂടി ഒരു റിസോർട്ടിലേക്ക് ട്രിപ്പ് പോവുകയാണ്. പൈതൽമല ഹോളിസ്റ്റിക് എക്കോ റിസോർട്ട് എന്നാണ് പേര്. എൻ്റെ കൂടെ എൻ്റെ കസിൻസും ഉണ്ട്. ഐ ആം സോ എക്സൈറ്റഡ്. എൻ്റെ കൂടെ ട്രാവൽ സമയത്തുണ്ടായിരുന്നത് മിന്നു താത്തയും ആയിഷ് താത്തയുമാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. നമ്മളുടെ ഗാങ്ങിൽ മിന്നു താത്തയും കൂടിയുണ്ട്. ഓരോ ബൈക്കിലാണ് വന്നത്. ഞങ്ങൾ ലേസും മിഠായും എല്ലാം കഴിച്ച് ഫുൾ വൈബിലായിരുന്നു യാത്ര ചെയ്തത്. കാറിൽ നല്ല പാട്ടും പുറത്ത് നല്ല മഴയും. പിന്നെ ഉറങ്ങാൻ എന്താ വേണ്ടേ? ഞാൻ ചെറുതായി ഒന്ന് ഉറങ്ങിപ്പോയട്ടോ. എൻ്റെ ഇടയിൽ ഞാൻ ഉറങ്ങുകയാണെങ്കിൽ എന്താ, എൻ്റെ കസിൻസൊക്കെ യാത്ര നല്ല എൻജോയ് ചെയ്തായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യാൻ എന്ത് രസമല്ലേ. യാത്ര തുടരുന്നതിൻ്റെ ഇടയിൽ നമ്മളൊരു ബ്യൂട്ടിഫുൾ സൈറ്റ് കണ്ടു. അപ്പോൾ തന്നെ മൂത്താപ്പ കാറ് നിർത്തി. അവിടുന്ന് പിന്നെ ഇത്തിരി ഫോട്ടോസ് എടുക്കലെല്ലാം ആയി. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി. പക്ഷെ സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ടോടി. പിന്നെ എങ്ങനെയെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്നായി ആഗ്രഹം. പക്ഷേ ലഞ്ച് കഴിക്കാത്തതിനാൽ ഉമ്മമാർ പറഞ്ഞു ഇപ്പോൾ ഇറങ്ങണ്ട എന്ന്. നമ്മൾ ക്ഷമയോട് കാത്തിരുന്നു. എന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിച്ചു. എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയോണ്ട് നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇവിടെയാണ് ഞാനും എൻ്റെ കസിൻസും താമസിച്ച റൂം. ഇതിൽ രണ്ട് സൈഡിലും ബാൽക്കണി ഉണ്ട്. ഇവിടെയോട്ട് നോക്കിയാൽ നല്ല പൊള്ളി വ്യൂ ആണ് കാണുക. ഞാനും എൻ്റെ കസിൻസും എൻ്റെ അമ്മായിമാരും എല്ലാവരും കൂടി ഇവിടുന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തു. ഇവിടെ നല്ല പൊള്ളി വ്യൂ ഉള്ള സ്പേസാണ്. ഇതിൻ്റെ തൊട്ട് നെക്സ്റ്റുള്ള റൂമിലാണ് എൻ്റെ കാക്കമാരെല്ലാം താമസിച്ചത്. ഒരു സൈഡിൽ നിന്ന് എൻ്റെ മൂത്താപ്പമാരെല്ലാം ഡ്രിങ്ക്സ് എടുത്ത് തകർക്കുന്നുണ്ടായിരുന്നു. എല്ലാവരോടും ക്യാമ്പ് ഫയറിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ കസിൻസും കൂടി ക്യാമ്പ് ഫയറിലേക്ക് പോകുന്നതാണ് ഈ കാണുന്നത്. എല്ലാവരും ക്യാമ്പ് ഫയറിൽ ഡാൻസും പാട്ടുമായി അടിച്ചു പൊളിച്ചു. അങ്ങനെ ക്യാമ്പ് ഫയർ കഴിഞ്ഞ് എല്ലാവരും രാത്രി ഉറങ്ങാൻ പോയി. ബൈ ബൈ ഗായ്സ്.